ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു മീൻ പൊരിക്കണത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു മോഡലാക്കിയിട്ടാണ് പൊരിക്കണം. സാധാ പൊരിക്കുമ്പോൾ തന്നെ അപ്പോൾ അതിലിതാ കുറച്ച് കറിവേപ്പിൻ്റെ പേസ്റ്റ് കേട്ടോ. അതിലേക്ക് കുറച്ച് ചീനമുളകും വെളുത്തുള്ളി പിന്നെ എന്താ പറയുക തോന്നലും കൂടി ചതച്ചത് ഇട്ടിട്ടോ. ചീനമുളകും വെളുത്തുള്ളി ചതച്ചത് അങ്ങനെ ഇട്ടു. അപ്പോൾ അതങ്ങനെ ഒരു മോഡലാക്കിയിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ. അപ്പോൾ അതിൽ 2 മണി പെരുംജീരകവും അപ്പോൾ അതിങ്ങനെ ഇട്ടാൽ നല്ല രസട്ടോ. നിങ്ങളൊന്ന് അങ്ങനെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതിലേക്ക് ചൂര മീനാട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ വെക്കണത് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുണ്ടോ ഇങ്ങനെ വെക്കുക. അപ്പം ഇന്ന് ഞാൻ അയില 2-3 കിട്ടി. അപ്പോൾ അത് ഇങ്ങനെ കറിയിൽ വെച്ചിട്ടോ. അയിലക്കറി ചൂര പൊരിച്ചതും. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ ചെറിയതെല്ലാം ഓട്ടം 4 വർഷം വെക്കാൻ പറ്റും. കേട്ടോ മീനൊക്കെ പൊരിച്ചെടുക്കാം. ഒരു കുറപ്പം മരച്ചിട്ട് അപ്പോൾ നല്ല മണം ഇതൊക്കെ വരുന്നുണ്ട്. പെരുംജീരകമൊക്കെ ഇട്ടില്ല. പിന്നെ മുളക് പൊടിച്ചത് മറ്റേ എന്താ പറയുക നമ്മൾ പകുതി പൊടിച്ചതൊക്കെ ഉണ്ടാവില്ലേ, കുരുമുളകും പൊടി അതൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ആ ചുവപ്പ് കളറുള്ള പൊടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇല്ല. നല്ല രസം അങ്ങനെയൊക്കെ ഉണ്ട്. അതുണ്ടാവും ഈ പെരുംജീരകവും ചീനമുളകിൻ്റെയും വെളുത്തുള്ളിയും ചെറിയതൊക്കെ പാടെ എണ്ണയിലിട്ട് നോക്കിച്ചിട്ട് അതിൽ ചേർത്താൽ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് പൊരിച്ച് നോക്കി. ഇതിൽ പെരട്ടാതെ നമ്മൾ എണ്ണയിലിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കും. ഓരോ മോഡൽ ഉണ്ടാക്കി വയ്ക്കുക. രസമല്ലേ, രസത്തിനനുസരിച്ച്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ല. നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.